ഹലോ എവ്രി വൺ, എന്റെ പേര് ഭാഗ്യ. ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് തന്നെ കാൾ മാർക്സ് ആണ്. അപ്പൊ അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് കാൾ മാർക്സ് വർക്ക്സ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് അദ്ദേഹത്തിന്റെ വർക്കുകളിൽ അദ്ദേഹം പറഞ്ഞ കോൺസെപ്റ്റ്സും അതിൽ ഫിലോസഫിക്കൽ ആസ്പെക്ട്സും ആണ് ഈ ഒരു യൂണിറ്റ്. സോ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് കാൾ മാർക്സിന്റെ ഒരു ബയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ വന്നേക്കുന്ന ഓരോ പെർസ്പെക്റ്റീവ്, ഓരോ കാഴ്ചപ്പാടുകൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്, ആരിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഐഡിയാസ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും, പിന്നെ റൈറ്റിംഗ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ തീംസ് എന്താണ് അല്ലെങ്കിൽ മെയിൻ ഐഡിയാസ് എന്താണെന്നാണ് ഈ ഒരു യൂണിറ്റ് ഫുള്ള് കവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കാൾ മാർക്സ് എന്ന് പറയുമ്പോൾ ആരാണ്? ഒരു സോഷ്യലിസത്തിന്റെ ഫൗണ്ടർ ആയിട്ട് നമുക്ക് കാണാം. സോഷ്യോളജിക്കൽ തിങ്കർ ആണ്, പൊളിറ്റിക്കൽ തിങ്കർ ആണ്, എക്കണോമിക്കൽ തിങ്കർ ആണ്, അങ്ങനെ എല്ലാം ഉള്ള ഒരു ക്രൈറ്റീരിയ വരുന്ന ഒരാളാണ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്ന് പറയുമ്പം ഒരു ജർമ്മൻ ഫിലോസഫർ ആണ്. ആൻഡ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് പലതരത്തിലുള്ള മോഡ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ലൈക്ക് ഏൻഷ്യന്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഫ്യൂഡലിസം വന്നു. ഫ്യൂഡലിസം കൂടുതലും അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് ക്യാപിറ്റലിസം വന്നു, ഇൻഡസ്ട്രിയൽ ഏരിയാസിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫാക്ടറീസിനെ ബേസ് ചെയ്തിട്ട് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വന്നു. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കൂടുതലും കാൾ മാർക്സ് അദ്ദേഹത്തിന്റെ തിയറീസും ഐഡിയാസും ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനെ കൺസേൺ ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്ലാസ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. ഡിഫറെന്റ് ഒരു സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ക്ലാസ് ഉണ്ട്. അപ്പം ക്ലാസ് സ്ട്രഗിൾസ് ഉണ്ടാകും, ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, അതിൽ നിന്ന് റെവല്യൂഷൻ ഉണ്ടാകും. ആ റെവല്യൂഷനിൽ നിന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുക, സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റ്സിനെ പറ്റിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബോത്ത് പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക്കൽ കാര്യങ്ങളാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതായത് എക്കോണമിക് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ അത് എങ്ങനെ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ആക്കുന്നു എന്നുള്ള രീതി, എക്കോണമി ഒരു ബേസിക് ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തിട്ട് അതെങ്ങനെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ സോഷ്യൽ ആസ്പെക്ട്സിനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു കാൾ മാർക്സിന്റെ വർക്ക്സ് എല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഏലിയനേഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. കാൾ മാർക്സ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഫിലോസഫർ ആണ്. അപ്പൊ ഫസ്റ്റ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണം, കാൾ മാർക്സ് വാസ് എ ജർമ്മൻ ഫിലോസഫർ, ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ക്ലാസ് കോൺഫ്ലിക്ട്. ഈ ഓരോ പോയിന്റ്സ് കണക്ട് ചെയ്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്താണ് ഇനി വരുന്ന യൂണിറ്റുകളിൽ നോക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബയോഗ്രാഫിക്കൽ സ്കെച്ച്, എന്താണ്, എവിടെ ജനിച്ചത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം നോക്കാം. അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള ഒരു കാര്യം നോക്കാം. അദ്ദേഹം 1818 5th മെയിൽ ജർമ്മനിയിലാണ് ജനിച്ചത്. അദ്ദേഹം അതായത് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനിൽ പഠിക്കുന്ന സമയത്ത് ഹേഗൽ എന്ന് പറഞ്ഞ ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡിയോളജീസുമായിട്ട് ഇദ്ദേഹം കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ്, മീൻസ് ഹെഗലിന്റെ ഐഡിയാസ് ഒക്കെ അദ്ദേഹം വായിക്കുകയും അതിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹെഗേലിയൻസിന്റെ, മീൻസ് അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേര് ഇദ്ദേഹത്തിന്, ഈ ജോർജ് ഹെഗൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡിയോളജീസിൽ ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, യങ് ഹെഗലിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള. ആ ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആയിരുന്നു ആര്? കാൾ മാർക്സ്. പിന്നെ അദ്ദേഹം ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റി പഠിച്ചു. അപ്പം ആ റെവല്യൂഷൻ മീൻസ് എന്ന് പറഞ്ഞാൽ വിപ്ലവം, ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റി അറിയുകയും അവിടെ നടന്ന സോഷ്യൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടാണ്, എൻലൈറ്റ്മെന്റ് എന്താണ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് സൊസൈറ്റിയിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിരുന്ന ഒരാളായിരുന്നു ഫെഡറിക് ഏഞ്ചൽസ്. അപ്പൊ കാൾ മാർക്സും ഫെഡറിക് ഏഞ്ചൽസും കൂടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ബുക്സ് ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് ഒരുപാട് ഐഡിയോളജീസ് അല്ലെങ്കിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാൾ മാർക്സ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. സോ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗിൽ ഫോം ചെയ്യുകയും, കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ്, അതായത് ക്യാപിറ്റലിസത്തിന് ബൂർഷ്വാ ആൻഡ് പ്രോലിറ്ററേറ്റ് എന്ന് പറയുന്നില്ലേ, അപ്പൊ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരു ഫെഡറേഷൻ ഫോം ചെയ്യുകയും അതിന്റെ ഓർഗനൈസറും അതിൽ നിന്നും അതിന്റെ ലീഡർ ആവുകയും ചെയ്യുകയായിരുന്നു കാൾ മാർക്സ്. സോ കമ്മ്യൂണിസ്റ്റ് ലീഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഫെഡറേഷൻ ഓഫ് വർക്കേഴ്സ് ഫോം ചെയ്യുന്നു, അതിന്റെ ഓർഗനൈസർ ആവുന്നു, ലീഡർ ആവുന്നു. ആ ഒരു റെവല്യൂഷണറി പാർട്ടിയുടെ ലീഡർ തന്നെയായി ആര് മാറുന്നു? കാൾ മാർക്സ് മാറുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇത്രയും വലിയ ലീഡറായി അദ്ദേഹം പല കാര്യങ്ങളിലും ജർമ്മനിയിലും
അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും ഈ ഒരു സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ കണ്ടീഷൻസിനെ പറ്റി ക്ലാസ്സുകളും അല്ലെങ്കിൽ സ്പീച്ചുകളും അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അദ്ദേഹം ഈ ഒരു സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻസിനെ പറ്റി പറഞ്ഞ ആൾക്കാരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മരിക്കുന്നത് 1883 14 മാർച്ചിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. സോ 1818 ടു 1883 ആണ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ്. സോ അപ്പൊ ആദ്യം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ജനിച്ച കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനിൽ വെച്ചിട്ട് ഹെഗലിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കിട്ടി. അതിൽ നിന്നാണ് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വരുന്നത്. ഹെഗലിന്റെ ഡയലക്റ്റിക് ഐഡിയലിസം എന്ന് പറഞ്ഞ ഐഡിയയിൽ നിന്നാണ്. ഓക്കെ. പിന്നെ കമ്മ്യൂണിസ്റ്റ് ലീഗ്, ഫ്രഞ്ച് റവല്യൂഷനെ പറ്റി പഠിക്കുന്നത്. ഇതൊക്കെയാണ് ഒരു ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പം ഈ ഫ്യൂഡലിസം എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ജന്മിത്തം അല്ലെങ്കിൽ ഒരു ലാൻഡ് ഉള്ളവരുടെ കയ്യിലായിരിക്കും ഓണേഴ്സ്, അവരായിരിക്കും പണക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ നല്ല കാശുള്ളവർ അവരായിരിക്കും. അത് കഴിഞ്ഞ് അവരുടെ ഈ ലാൻഡിൽ വർക്ക് ചെയ്യുന്ന കുറെ വർക്കേഴ്സ് കാണും. അപ്പൊ ലാൻഡ് ഓണേഴ്സും ഈ വർക്ക് ചെയ്യുന്നവരെ സെർവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെർവ്സ് അല്ലെങ്കിൽ വില്ലൻസ് എന്നാണ് അവരെ പറയുന്നത്. സോ ലാൻഡ് ഓണേഴ്സും സെർവ്സും തമ്മിലുള്ള ഒരു റിലേഷൻ ആയിരുന്നു ഫ്യൂഡലിസത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡസ്ട്രിയൽ ടെക്നോളജി, സയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പം ഇൻഡസ്ട്രിയലിനും ക്യാപിറ്റലിസത്തിനും അതുപോലെ തന്നെ ഈ ഒരു അർബനൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ആവുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഫ്യൂഡലിസത്തിൽ നിന്നും ക്യാപിറ്റലിസത്തിലേക്ക് ഷിഫ്റ്റ് ആയി. ക്യാപിറ്റലിസത്തിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം കാൾ മാർക്സ് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, അവിടുത്തെ വർക്കേഴ്സ് അവർക്കൊക്കെ വന്ന പ്രശ്നങ്ങളെയാണ് കൂടുതലും കാൾ മാർക്സ് ക്യാപിറ്റലിസത്തിൽ നോക്കിയിരിക്കുന്നത്. സോ എക്കണോമിക് സ്ഫിയറിൽ, അതായത് കാശ് അല്ലെങ്കിൽ മെറ്റീരിയൽ തിങ്സിൽ വരുന്ന മണി, ലാൻഡ്, എക്കോണമി, സാമ്പത്തിക ഘടകങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളായിരുന്നു അല്ലെങ്കിൽ മാറ്റങ്ങളെ ആയിരുന്നു കൂടുതലും കാൾ മാർക്സ് ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം ഇൻഡസ്ട്രിയൽ എക്കോണമി വരുന്നതിന്റെ കൂടെ തന്നെ എങ്ങനെ ഈ സാമ്പത്തിക ഘടനകളിൽ മാറ്റം വരുന്നു, ഇതായിരുന്നു മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അവർക്കൊന്നും ജോലി ഇല്ലാതാവുന്നു. അവരെല്ലാം ജോലി നഷ്ടപ്പെട്ട ആർട്ട്, ട്രേഡ് ഗൈഡ്സ് ഇങ്ങനെയുള്ളതെല്ലാം അങ്ങ് മാറുകയും ആൾക്കാരെല്ലാം മെഷീനെ ഡിപ്പെൻഡ് ചെയ്ത് അതുപോലുള്ള ജോലികൾ, മീൻസ് മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഹാൻഡ് മെയ്ഡ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും മെഷീൻ മെയ്ഡിനെയും കാട്ടിലും. പക്ഷെ എല്ലാരും പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ചീപ്പ് ബഡ്ജറ്റിൽ കിട്ടുന്ന മെഷീൻ ലേബർ ആയിരിക്കും. അങ്ങനെ ഈ ഒരു ഹാൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ ഡിക്ലൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടുകൂടി, അതായത് കുറെ ഇൻഡസ്ട്രീസ് ഇങ്ങനെ വന്നതോടുകൂടി തന്നെ എന്തുണ്ട്, അർബനൈസേഷൻ, ആൾക്കാർ റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അർബനൈസേഷൻ കൂടുന്നു. എല്ലാവർക്കും ഫാക്ടറീസ് ജോലി കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ വർക്കിംഗ് കണ്ടീഷൻ, അൺഎംപ്ലോയ്മെന്റ് വരുന്നു. ആൾക്കാർ ഇടുങ്ങി തിങ്ങി പാർക്കുന്നു. പോവേർട്ടി, സോഷ്യൽ ഡിസ്ട്രസ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇൻഡസ്ട്രിയൽ ഇത് കാരണം ആൾക്കാരുടെ ഇടയിൽ വരുന്നു. അപ്പം അതിന്റെ ബേസിൽ മാർക്സും ഫെഡറിക് ഏഞ്ചലും കാൾ മാർക്സും കൂടാണ് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. ആൾക്കാരുടെ ഈ ഒരു പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് ഇനിക്വാലിറ്റി, പോവേർട്ടി, സോഷ്യൽ ഡിസ്ട്രസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരും എന്ത് കൊണ്ടുവരുന്നു, ഒരു ഫിലോസഫി ഓഫ് കമ്മ്യൂണിസം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ആൻഡ് അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പ്രോലിറ്ററേറ്റ്സ്, അതായത് ഈ തൊഴിലാളി വിഭാഗം വർക്ക് ചെയ്യുന്നവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജസ്റ്റ് അവരുടെ ചെയിൻസ്, അവരെ പിടിച്ച് കെട്ടി വെച്ചേക്കുന്ന ചങ്ങലകൾ മാത്രമേ അവർക്ക് നഷ്ടപ്പെടാനുള്ളൂ. കാരണം പ്രോഫിറ്റ് കൂടുതലും കിട്ടുന്നത് ഓണേഴ്സിനാണ്. അവർക്ക് നഷ്ടപ്പെടാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ തൊഴിലാളി വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെടാനായിട്ട് ഒന്നുമില്ല, അവരുടെ ചെയിൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നുമില്ലാത്തവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ കിടക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ലോകം തന്നെ പിടിച്ച് കീഴടക്കാനുണ്ട്. ആൻഡ് വർക്കേഴ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തെ ഈ തൊഴിലാളികളെല്ലാം തന്നെ യുണൈറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു റെവല്യൂഷണറി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ്, അതായത് കാൾ മാർക്സിന് ഈ ഒരു ഐഡിയോളജീസ് ഒക്കെ വരാൻ കാരണമായിട്ടുള്ള എന്തിൽ നിന്നാണ് അദ്ദേഹം ഇപ്പൊ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഏലിയനേഷൻ ഇങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റ്സ് വരാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസിനെ പറ്റിയാണ് നോക്കുന്നത്. ഫസ്റ്റ് നോക്കുന്നത് ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം. അദ്ദേഹം ഒരു ജർമ്മനിയിൽ ജനിച്ച ഒരാളായതുകൊണ്ട് തന്നെ ജർമ്മൻ ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസ് എന്തായാലും കാണും.
ആൻഡ് ഐഡിയലിസം. അപ്പം ഈ ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഉള്ളത് രണ്ട് വ്യക്തികളാണ്. ഒന്ന് ഹെഗലും ഒന്ന് ഫ്യൂവർബാക്കും. അപ്പം ഹെഗലിനെയും ഫ്യൂവർബാക്കിനെയും നോക്കുവാണെങ്കിൽ കാൾ മാക്സ് പറഞ്ഞൊരു ഐഡിയോളജിയാണ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം. ഒരു കോൺസെപ്റ്റ് ആണ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഡയലറ്റിക്കൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഹെഗലിന്റെ കയ്യിൽ നിന്നും എടുത്തു. മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫ്യൂവർബാക്കിന്റെ ഒരു ഐഡിയോളജിയിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് കാൾ മാക്സിന് വരുന്നത്. ആൻഡ് ഓൾസോ ഹെഗലിന്റെ മൂന്ന് എലമെന്റ്സ് ആയിട്ടാണ് ഡയലറ്റിക്സ്. ഡയലറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം രണ്ട് രീതിയിൽ ഡയ എന്ന് പറയുമ്പോൾ രണ്ടെന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പം രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുന്നു, ഓപ്പോസിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിനാണ് ഡയലറ്റിക്സ് എന്ന് ഒരു എഗ്രിമെന്റ് ഇല്ലാതെ കോൺട്രഡിക്ഷൻസ് ഒക്കെ വരുന്നതിനാണ് ഡയലറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡയലറ്റിക്സിന് മൂന്ന് രീതിയിലാണ് ഹെഗൽ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിന്റെ ബേസിലാണ് ക്യാപിറ്റലിസം എന്നുള്ള രീതിയിൽ കാൾ മാക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ മൂന്ന് കാര്യങ്ങളാണ് തീസിസ്, ആന്റി തീസിസ് ആൻഡ് സിന്തസിസ്. ഫസ്റ്റ് തീസിസ് എന്ന് പറഞ്ഞാല് സൊസൈറ്റിയിൽ നിലവിൽ നിൽക്കുന്ന കുറെ ഐഡിയാസ് ഉണ്ട്, പ്രിവലന്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഐഡിയ, ഒരു ഡൊമിനന്റ് ഫോം ഓഫ് ഐഡിയ ആണ് തീസിസ് എന്ന് പറയുന്നത്. ഇനി ആന്റി തീസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന തീസിസ് അല്ലെങ്കിൽ ഒരു ഐഡിയയെ എതിർത്തുകൊണ്ട് വരുന്ന വേറൊരു ഐഡിയക്കാണ് ആന്റി തീസിസ് എന്ന് പറയുന്നത്. സോ ആദ്യം ഒരു ഐഡിയ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിനെ എതിർത്തുകൊണ്ട് വരുന്ന ഒരു ഐഡിയ ആണ് ഒരു പ്രത്യേക ടൈം പീരീഡിൽ, അതിനെയാണ് ആന്റി തീസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ തീസിസും ആന്റി തീസിസും കൂടി ഇങ്ങനെ രണ്ട് രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഒരു ഫോം ഓഫ് ഐഡിയ ഫോം ചെയ്യുന്നതിനെയാണ് സിന്തസിസ് എന്ന് പറയുന്നത്. സോ ആദ്യം തീസിസ് ഉണ്ടാകുന്നു, അതിനെ ഓപ്പോസിറ്റ് ചെയ്ത് ആന്റി തീസിസ് ഉണ്ടാകുന്നു, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? സിന്തസിസ് ചെയ്യുന്നു. അപ്പം ഒരുമിച്ച് ആവുന്നു. അപ്പൊ അതൊരു ഈ സിന്തസിസ് എന്ന് പറയുന്നത് ഒരു പുതിയ ഐഡിയ ആയല്ലോ. ആ പുതിയ ഐഡിയ നമുക്ക് വീണ്ടും എന്താക്കി മാറ്റാം? തീസിസ് ആക്കി മാറ്റാം. അതായത് ഈ സിന്തസിസ് ആയത് ഒരു ഐഡിയ ആയി, അതിൽ നിന്ന് വീണ്ടും ഒരു ആന്റി തീസിസ് ആയി, പിന്നെ അത് രണ്ടും കൂടെ വീണ്ടും മിക്സ് ആയിട്ട് എന്താണ്? സിന്തസിസ് ആയി. അപ്പം ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ ആദ്യം ഒരു ഐഡിയ ഉണ്ടാവുന്നു, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാവുന്നു, അത് രണ്ടും കൂടെ ഇങ്ങനെ കോൺട്രഡിക്ട് ചെയ്ത് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിലൂടെ അത് ഒരു കോമൺ പോയിന്റിൽ എത്തിച്ചേരുകയും അതൊരു സിന്തസിസ് ആവുന്നു. അപ്പൊ രണ്ടും കൂടെ ചേരുന്നു. ആ സിന്തസിസ് ഒരു ബേസിക് ഐഡിയ ആയിട്ട് പിന്നീട് മാറുന്നു, അതിന് വീണ്ടും ആന്റി തീസിസ് വരുന്നു. ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റലിസം ആദ്യം ഒരു തീസിസ് ആയിട്ട് വരുന്നു, ഒരു ഡൊമിനന്റ് ഫോം ഓഫ് ഐഡിയ, മീൻസ് ഇന്നോവേഷൻസ് ആണ്, ടെക്നോളജി, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കാര്യം എന്ത് വരുന്നു? ഈ ഒരു തീസിസ് ആയിട്ട് വരുന്നു. അപ്പൊ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു തീസിസ് ആയിട്ട് വരുന്നു. അതിനുശേഷം ആന്റി തീസിസ് വരുന്നു. അതായത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഇനിക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതാണ്, ആൾക്കാരിൽ പോവേർട്ടി ഉണ്ടാക്കുന്നതാണ്, അങ്ങനെയുള്ള ഒരു കാര്യം, മീൻസ് അത് കൊള്ളില്ല, അല്ലെങ്കിൽ ഇത് പറയുന്നത് പോസിറ്റീവ് രീതിയിൽ പറയുന്നു, ഇത് നെഗറ്റീവ് രീതിയിൽ പറയുന്നു. ഓക്കെ, അപ്പം ഈ പോസിറ്റീവും നെഗറ്റീവും കൂടെ പിന്നെ ആർഗ്യുമെന്റ് ചെയ്ത് നടത്തിയിട്ട് അവസാനം എന്തുണ്ടാവുന്നു? ഒരു മിക്സ്ഡ് എക്കോണമിയാണ് ബെറ്റർ, ക്യാപിറ്റലിസത്തെക്കായി നല്ലത് ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ ചേരുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു പുതിയ ഐഡിയ ഉണ്ടാവുകയാണ്. സിന്തസിസ് ചെയ്ത് മിക്സ്ഡ് എക്കോണമി എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ ഈ മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്തായി? ഒരു സിന്തസിസ് ആണ്, പിന്നെ അത് എന്താവുന്നു? വീണ്ടും ഒരു തീസിസ് ആകുന്നു. അപ്പം മിക്സ്ഡ് എക്കോണമി എതിർത്തുകൊണ്ട് വേറെ കുറെ പേര് വരുന്നു. അങ്ങനെ ഇത് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് ഫസ്റ്റ് ഡയലറ്റിക്കില് 3 എലമെന്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹെഗലിന്റെ ആയിരുന്നു ഈ ഒരു ഐഡിയ. ഈ ഒരു ഫാക്ട് ആണ് ആരെടുത്തേക്കുന്നത്? കാൾ മാക്സ് അദ്ദേഹത്തിന്റെ വർക്കിൽ എടുത്തേക്കുന്നത്. ഇനി അദ്ദേഹം ഹെഗലിന്റെ ഡയലറ്റിക്സ് എന്നുള്ള ഒരു ഐഡിയ എടുത്തു. പക്ഷെ ഹെഗൽ ഫോക്കസ് ചെയ്തത് ഡയലറ്റിക് ഐഡിയലിസമാ, പക്ഷെ കാൾ മാക്സ് പറയുന്നത് ഡയലറ്റിക് മെറ്റീരിയലിസമാ. കാരണം ഐഡിയലിസം എന്ന് പറയുന്നത് കാൾ മാക്സ് ഫോക്കസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയെ കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത് മെറ്റീരിയൽ തിങ്സ് ആണ്, അല്ലാതെ ഐഡിയാസ് അല്ല. ജോർജ് ഹെഗൽ പറഞ്ഞിരിക്കുന്നത് ഐഡിയാസ് ആണ്. ഇപ്പം നമ്മുടെ ഓരോ കോൺസെപ്റ്റ്, ഐഡിയോളജീസ്, ഇപ്പം റാഷണാലിറ്റി അല്ലെങ്കിൽ ലോജിക്ക്, ട്രൂത്ത്, മൊറാലിറ്റി, ഇങ്ങനെയുള്ള കുറെ ഐഡിയാസ് ആണ് നമ്മളെ എല്ലാം, അതായത് ഹ്യൂമൻ സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഹെഗൽ പറഞ്ഞേക്കുന്നതെങ്കിൽ മാർക്സ് പറയുന്നത് അങ്ങനൊന്നുമല്ല. മണി അല്ലെങ്കിൽ മെറ്റീരിയൽ തിങ്സ്, ലാൻഡ് ഓണർഷിപ്പ്, ഇങ്ങനെയുള്ള മെറ്റീരിയൽ തിങ്സിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. കാൾ മാക്സ് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ അതാണ് രണ്ടുപേര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡയലറ്റിക് റിലേഷൻഷിപ്പ് കാൾ മാക്സ് ഫോക്കസ് ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റും പ്രോലിറ്ററേറ്റും തമ്മിലുള്ള ആ ഒരു ഡയലറ്റിക്, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോൺട്രഡിക്ഷൻ. ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓണേഴ്സ്, പ്രോലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ വർക്കേഴ്സ്. അപ്പൊ അവർ തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷണൽ ഐഡിയാസ് ആണ്
കാൾമാക്സ് ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വർക്കിംഗ് ക്ലാസ്സിനെ ചൂഷണം ചെയ്യുന്നതിലൂടെ ഇവർക്കത് മനസ്സിലാവുന്ന മീൻസ് ഞാനിപ്പോ ഒരു വർക്കിംഗ് ക്ലാസ്സിൽ പെടുന്ന ഒരാളാണെങ്കിൽ എന്നെ ഈ ഓണേഴ്സ് ചൂഷണം ചെയ്യുന്നു, അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നു. അങ്ങനെ എല്ലാവരും പ്രവർത്തിച്ചു തുടങ്ങുമ്പം അവിടെ ഒരു റെവല്യൂഷൻ സംഭവിക്കുകയും ക്യാപിറ്റലിസത്തെ എടുത്ത് മാറ്റാനും പറ്റും എന്നാണ് ആര് പറയുന്നത്, കാൾ മാക്സ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ മെറ്റീരിയലിസം, ഓക്കെ, ഡയലറ്റിക് എന്നുള്ള ഐഡിയ നമുക്ക് ഹെഗലിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ മെറ്റീരിയലിസം എന്നുള്ള ഐഡിയ കിട്ടിയിരിക്കുന്നത് ഫ്യൂവർ ബാക്കിന്റെ ഐഡിയോളജിനാണ്. ഫ്യൂവർ ബാക്കിന്റെ മെറ്റീരിയൽ ബേസിസ് റിലിജന് കൊടുത്ത് അദ്ദേഹം ഒരു തിയറി പ്രൊപ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിലിജനെ ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ബേസിസിൽ നിന്നും അദ്ദേഹം ഈ മെറ്റീരിയലിസം മാത്രം എടുക്കുക, കാൾമാക്സ് മെറ്റീരിയലിസം മാത്രം എടുത്തിട്ട് അത് ഈ ഡയലറ്റിക്കിന്റെ കൂടെ മിക്സ് ചെയ്ത് ഡയലറ്റിക് മെറ്റീരിയലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം കാൾമാക്സ് പ്രൊപ്പോണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് ഓൾസോ മാർക്സ് ഏലിയനേഷനെ പറ്റി പറയുന്നുണ്ട്. ഏലിയനേഷൻ എന്ന് പറയുമ്പം നമ്മൾ സെപ്പറേഷൻ എന്നുള്ള ഒരു മീനിങ്, അല്ലെങ്കിൽ എസ്ട്രേഞ്ച്മെന്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്നുള്ള ഒരു മീനിങ് ആണ് ഏലിയനേഷൻ എന്ന് പറയുന്നത്. ആൾക്കാർ എല്ലാരിൽ നിന്നും മാറി നിൽക്കുന്നു. ഈവൻ പ്രോഡക്റ്റ്, അയാൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് മാറുന്നു, ആ ഒരു പ്രോസസ്സിൽ നിന്ന് മാറുന്നു, അങ്ങനെ ഒരു ഏലിയനേറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഏലിയനേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റലിജൻസ് മീൻസ് ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ് മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഇപ്പൊ കാൾ മാർക്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റിയിലെ സ്ട്രക്ചറും ഡെവലപ്മെന്റും എല്ലാത്തിനെയും ബേസ് ചെയ്തേക്കുന്ന എന്താ, എക്കണോമിക് ഫാക്ടർ ആണ്. ഒരു എക്കണോമിക് ബേസ് ഉണ്ട് എല്ലാത്തിനും, അതിൽ നിന്നാണ് ഒരു സൂപ്പർ സ്ട്രക്ചർ ഉണ്ടാവുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് എക്കണോമി എന്ന് പറഞ്ഞത് ഇങ്ങനെ ബേസ് ആയിട്ട് നിൽക്കുന്നു, അതിൽ നിന്നും പല പല സൂപ്പർ സ്ട്രക്ചർ, അതായത് ഫാമിലി വരുന്നു, റിലിജൻ വരുന്നു, സ്റ്റേറ്റ് വരുന്നു, പൊളിറ്റിക്സ് വരുന്നു, എല്ലാം വരുന്നത് ഈ എക്കണോമിക് സൂപ്പർ സ്ട്രക്ചറിന്റെ ഇൻഫ്ലുവൻസിൽ നിന്നും ഈ ഒരു ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഈ ഇത്രയും സൂപ്പർ സ്ട്രക്ചേഴ്സ് വരുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ആര് പറഞ്ഞേക്കുന്നത്, കാൾ മാക്സ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഐഡിയലിസത്തെ വെച്ച് അദ്ദേഹം കമ്പയറും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുന്നത് ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം ഒരു ഐഡിയയെ ബേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഐഡിയലിസം എന്ന് പറയുന്നത്. എന്നാൽ അതല്ല, മെറ്റീരിയലിസം ആണ് ഇപ്പം ഈ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യവും കാശ്, പണം, മെറ്റീരിയൽ തിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുന്നതെന്ന് പറയുന്നതാണ് മെറ്റീരിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, അതും കാൾ മാർക്സിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് ഉദ്ദേശിക്കുന്ന, മെറ്റീരിയലിസം എന്താണെന്ന് മനസ്സിലായല്ലോ, മെറ്റീരിയൽ തിങ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്റോറിക് മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഓരോ സൊസൈറ്റി, എവല്യൂഷൻ ഓഫ് സൊസൈറ്റിയിൽ ഒരു സ്റ്റേജിൽ നിന്നും വേറൊരു സ്റ്റേജിലേക്ക് മാറിയില്ലേ. ഇപ്പൊ പ്രിമിറ്റീവ് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റിയിൽ നിന്നും മാസ്റ്റർ സ്ലേവ് സൊസൈറ്റി ആയി, അതിനുശേഷം ഫ്യൂഡൽ ലോസിൽ അഗ്രികൾച്ചർ ആയി, പിന്നെ ഇൻഡസ്ട്രിയൽ ആയി. ഇങ്ങനെ ഈ ഒരു എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാത്തിനും ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് മെറ്റീരിയൽ തിങ്സ് ആണ് എന്നുള്ളത്. അതായത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ഒരു സ്റ്റേജിൽ നിന്നും വേറൊരു സ്റ്റേജിലേക്ക് മാറുന്ന ഈ ഒരു സമയത്ത് അതായത് ഹിസ്റ്റോറിക്കൽ, അതാണ് ഹിസ്റ്റോറിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പണ്ട് തൊട്ടേ ചരിത്രാതീതമായ ആ ഒരു രീതിയിലാണ് യൂസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ. ഇപ്പം മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും എന്താ, മെറ്റീരിയൽ തിങ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. അദ്ദേഹം ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറഞ്ഞ ബുക്കിലാണ്. ഇനി ഏറ്റവും മേജർ ടെനൻസി, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക് സ്ട്രക്ചർ ഓഫ് എ സൊസൈറ്റി. നേരത്തെ പറഞ്ഞ എക്കണോമിക്കും സൂപ്പർ സ്ട്രക്ചർ ആ ഒരു കാര്യം വരുന്നത് പോലെ തന്നെ എക്കണോമിക് സ്ട്രക്ചർ എല്ലാം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഘടനയിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എക്കോണമിയാണ് പൊളിറ്റിക്സും കൾച്ചറും. സൊസൈറ്റിയിലെ പൊളിറ്റിക്സും അതുപോലെ ഓരോ സൊസൈറ്റിയുടെ ഓരോ സംസ്കാരം, ഇത് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്കോണമിയാണ്. ഇനി പിന്നെ പറയുന്നത് ഐഡിയാസ് അല്ലാതെ എക്കണോമിക് മെറ്റീരിയലിസം ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ സൂപ്പർ സ്ട്രക്ചർ, ഈ എക്കണോമി ഒരു ബേസ് ആയിട്ട് നിന്നിട്ട് ഫാമിലി, ലീഗൽ, പൊളിറ്റിക്കൽ, സ്റ്റേറ്റ്, റിലിജൻ എല്ലാം എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു കാര്യം, സൂപ്പർ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം എക്കണോമിക് ബേസ് ഉണ്ടെങ്കിൽ ഈ സൂപ്പർ സ്ട്രക്ചേഴ്സ് എല്ലാം ഫോം ചെയ്യും. ഇതാണ് ഹിസ്റ്റോറിക് മെറ്റീരിയലിസത്തിൽ പറയുന്നത്. എവല്യൂഷൻ ഓഫ് സൊസൈറ്റി, ഓരോ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴും ഈ ഒരു എവല്യൂഷനിൽ മെറ്റീരിയൽ തിങ്സിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അതായത് കൂടുതലും എക്കണോമിയാണ് ഫുൾ സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ ആൻഡ് ഓൾസോ ദിസ് സൂപ്പർ സ്ട്രക്ചർ.
ഇനി നെക്സ്റ്റ് 4 മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താ നോക്കാം. ഇതിൽ തന്നെ വരുന്നതാണ്, ഈ ഹിസ്റ്റോറിക് മെറ്റീരിയലിസത്തിൽ തന്നെ വരുന്നതാണ് 4 മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ. ഏഷ്യാറ്റിക്, ഏൻഷ്യന്റ്, ഫ്യൂഡൽ, ക്യാപിറ്റലിസ്റ്റ്. അപ്പൊ 4 മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കാൾ മാർക്സ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യാറ്റിക് മോഡ് എന്ന് പറയുവാണെങ്കിൽ അത് കൂടുതലും ഈസ്റ്റേൺ കൺട്രീസിനെ ബേസ് ചെയ്തിട്ട് കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നതാണ്. അവിടുത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കായിരിക്കും ആ ഒരു ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ കൂടുതലും ഈ ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആൻഡ് ഓൾസോ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സും അല്ലെങ്കിൽ ലേബർ വർക്ക് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. കൈൻഡ് ഓഫ് സോഷ്യലിസം പോലെ സ്റ്റേറ്റ് കൺട്രോൾഡ് ആണ്. അതുപോലെ തന്നെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആയിരിക്കും, അല്ലാതെ ഒരു പ്രത്യേക ഒരു വ്യക്തി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. അതാണ് ഏഷ്യാറ്റിക് മോഡ്. ഏൻഷ്യന്റ് മോഡ് എന്ന് പറയുന്നത് മാസ്റ്ററും സ്ലേവും വരുന്നത്. മാസ്റ്ററിന്റെ കയ്യിലായിരിക്കും എല്ലാ ഓണർഷിപ്പും വരുന്നത്, സ്ലേവ് അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു. ഫ്യൂഡൽ എന്ന് പറയുമ്പം അവിടെ അഗ്രികൾച്ചർ ആണ് വരുന്നത്. അതായത് ഫ്യൂഡൽ ആർക്കാണോ ലാൻഡ് ഉള്ളത് അവര് ഫ്യൂഡൽ ലോഡ്സ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് സെർവ്സ്, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് സെർവ്സ് കാണും. അത് കഴിഞ്ഞിട്ട് എന്തുവായി ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ബൂർഷ്വ ആൻഡ് പ്രോലിറ്ററേറ്റ്, അതായത് ഓണേഴ്സ്, ക്യാപിറ്റലിസ്റ്റിന്റെ ഓണേഴ്സും അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സും, അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രോലിറ്ററേറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു ഇത് വരുന്നത്. അത് കൂടുതലും വരുന്നത് വെസ്റ്റേൺ സൊസൈറ്റിയിലാണ്. ഈ ഫ്യൂഡലൊക്കെ നമ്മുടെ ഫ്യൂഡൽ, ക്യാപിറ്റലിസ്റ്റ് ഇതെല്ലാം വെസ്റ്റേൺ സൊസൈറ്റിയിലുണ്ട്. അദ്ദേഹം, അതായത് കാൾ മാർക്സ് ഏഷ്യാറ്റിക് മോഡ് മാത്രമേ ഈസ്റ്റേൺ ആയിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് പൊളിറ്റിക്കൽ എക്കോണമിക് പെർസ്പെക്റ്റീവ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കോണമി ആണ് ഈ പൊളിറ്റിക്കലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈവൻ എക്കണോമിക് മീൻസ് അതുപോലെ തന്നെ എക്കണോമിയാണ് പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ പോളിസീസും അല്ലെങ്കിൽ പൊളിറ്റിക്സും എക്കണോമിക് ഔട്ട്കംസ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഓരോ പോളിസി, ഇപ്പം ഗവൺമെന്റ് എടുക്കുന്ന ഓരോ പോളിസി അതിന് എക്കണോമിക് ഗ്രോത്തിന്, എംപ്ലോയ്മെന്റ്, ഇൻകം ഇനീക്വാലിറ്റി ഇതിനെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ പൊളിറ്റിക്സ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്ന ഓരോ പോളിസീസും ഓരോ എക്കണോമിക് ഗ്രോത്തിനും ഓരോ സൊസൈറ്റിയിലെ ഓരോ ഡിഫറെന്റ് സെക്ഷൻസിന് ഭയങ്കരമായിട്ടും എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അതാണ് പറയുന്നത്. പിന്നെ എക്കണോമിയും പൊളിറ്റിക്സും വെച്ച് നോക്കുകയാണെങ്കിൽ യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഇപ്പം ഒരു പേന ഞാൻ വാങ്ങിക്കുകയാണ്. അതിനൊരു യൂസ് വാല്യൂ ഉണ്ട്. മീൻസ് അതിന്റെ ഒരു യൂസ് ഇല്ലേ, എഴുതുക എന്നുള്ള റൈറ്റിംഗിന് എന്നുള്ളൊരു യൂസ് ഉണ്ട്. പക്ഷെ ആ പെൻ ഒരു ഗോൾഡ് വെച്ചിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്. ഒരു ഗോൾഡ് പെൻ ആണെങ്കിൽ മീൻസ് അത് വെച്ച് എഴുതാനും പറ്റും, അതിന് യൂസ് വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് അതിന് വേറൊരു വാല്യൂ ഉണ്ട് അല്ലെ. ഗോൾഡ് വെച്ചിട്ട് മേക്ക് ചെയ്തേക്കുന്നതായിട്ട് ഗോൾഡിന്റെ ആ ഒരു പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അതാണ് യൂസ് വാല്യൂ. ആദ്യത്തെ ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേനയ്ക്കാണെങ്കിൽ ജസ്റ്റ് യൂസ് വാല്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഗോൾഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേനയ്ക്കാണെങ്കിൽ യൂസ് വാല്യൂവും ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്. അതാണ് ആ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഹ്യൂമൻ ലേബർ, ക്യാപിറ്റലിസ്റ്റ് എന്താണ്, ഈ ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഓണേഴ്സ് ആയിട്ടുള്ള ഈ ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ഈ ആൾക്കാര് ഹ്യൂമൻ ലേബറിനെ വാങ്ങുന്നു, അത് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ കമ്മോഡിറ്റീസ് സെൽ ചെയ്യുന്നു. ഇതാണ് പൊളിറ്റിക്കൽ എക്കണോമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ സെൻട്രൽ ഐഡിയാസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഏലിയനേഷൻ. ഏലിയനേഷൻ എന്ന് പറഞ്ഞ ഒരു സെപ്പറേഷൻ എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഇത് 4 രീതിയിലാണ് അഫക്ട് ചെയ്യുന്നത്. ഒന്ന്, വർക്കേഴ്സ് ലൂസ് കൺട്രോൾ ഓവർ വാട്ട് ദേ പ്രൊഡ്യൂസ്. ഫോർ എക്സാമ്പിൾ എടുക്കാം, ഞാനൊരു ഷൂ മേക്കിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ഷൂ മേക്കിംഗ് കമ്പനിയിലെ വർക്കർ ആണ്. അപ്പൊ ഞാൻ ഡെയിലി ഓരോ ഷൂവും മേക്ക് ചെയ്യുന്നുണ്ട്. മേക്ക് ചെയ്ത് ഇങ്ങനെ മെഷീന്റെ ഹെൽപ്പോട് കൂടി ഷൂ മേക്കിംഗ് പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു. പക്ഷെ ആ ഒരു ഷൂ എനിക്ക് വേണം അല്ലെങ്കിൽ എനിക്ക് വാങ്ങണമെങ്കിൽ അവിടുന്ന് എടുക്കാൻ പറ്റില്ല. ഞാൻ പോയി കടയിൽ പോയിട്ട് അത് സെല്ല് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിൽ പോയിട്ട് അതിന്റെ യഥാർത്ഥ വില കൊടുത്ത് മാത്രമേ എനിക്ക് ആ ഷൂ വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഉണ്ടാക്കുന്ന കാര്യവും മീൻസ് ആ ഒരു പ്രോഡക്റ്റിൽ നിന്നും ഒരു സെപ്പറേഷൻ വരുന്നു അല്ലെ. അതിനെയാണ് ഫസ്റ്റ് പറയുന്നത് ഏലിയനേഷൻ ഫ്രം ദ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ വർക്കേഴ്സ് ലൂസ് കൺട്രോൾ ഓവർ വാട്ട് ദേ പ്രൊഡ്യൂസ്. ഈ രണ്ടാമത്തെന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഇപ്പൊ ഞാൻ അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ഷൂ മേക്ക് ചെയ്യുവാണെങ്കിലും എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് അതിന്റെ കളർ മാറ്റണം അല്ലെങ്കിൽ അതിന്റെ സൈസ് മാറ്റണം എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റത്തില്ല. ഓൾറെഡി അവിടെ ഒരു രീതിയിൽ മേക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ട് മാത്രമേ മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നുമുള്ള ഒരു സെപ്പറേഷൻ. ഇനി മൂന്നാമത്തെന്ന് പറയുമ്പം നമ്മുടെ ഒരു സെൽഫിൽ നിന്നും വരുന്ന ഒരു സെൽഫ് അല്ല, നമ്മുടെ
മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ സെൽഫിന്റെ അല്ല, ലൈക്ക് മെഷീൻസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മളിപ്പം മെഷീനുമായിട്ട് ചേർന്നിട്ട് മേക്ക് ചെയ്ത് പോകുന്നു. അപ്പുറത്തിരിക്കുന്നത് ആരാണോ ഇപ്പുറത്തിരുന്ന് വേറൊരാളെ മീൻസ് ആൾക്കാരായിട്ട് ഫെല്ലോ വർക്കേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് വിട്ടു പോകുന്നു. അതിനെയാണ് മൂന്നാമത്തെ പറയുന്നത് ഏലിയേഷൻ ഫ്രം ദ ഫെല്ലോ വർക്കേഴ്സ്. നാലാമത്തതാണ് നമ്മളിൽ നിന്നും തന്നെ ഒരു സെപ്പറേഷൻ. നമ്മൾ എന്തായി ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ആരോ ഒരു ബട്ടൺ അമർത്തുന്ന പോലെ ജസ്റ്റ് നമ്മൾ ചെയ്യുന്നു, നമുക്ക് അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ല. ഞാൻ എന്താണെന്നുള്ളൊരു ആ ഒരു അതിൽ നിന്നും ഫ്രം മൈസെൽഫ് ഒരു സെപ്പറേഷൻ വരുന്നു. അപ്പം ആ ഒരു ഏലിയനേഷനെയാണ് ലാസ്റ്റ് പറയുന്നത്. അപ്പൊ 4 ടൈപ്പ് ഓഫ് ഏലിയനേഷൻ ആണ്. പ്രോഡക്റ്റ്, പ്രൊഡക്ഷൻ പ്രോസസ്സ്, നമ്മളിൽ നിന്നും തന്നെ ഉള്ളത്, പിന്നെ ഫെല്ലോ വർക്കേഴ്സിൽ നിന്നും. അങ്ങനെ 4 ടൈപ്സ് ഓഫ് ഏലിയനേഷൻ ആണ് കാൾമാക്സ് പറയുന്നത്. അപ്പൊ ആൾക്കാരെ എസ്ട്രേഞ്ച് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള, ഏലിയനേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, അങ്ങനെയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഈ 4 രീതികൾ വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഈച്ച് അതറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് ക്ലാസ് ആൻഡ് റിലേഷൻസ് ഓഫ് സബോർഡിനേഷൻ. സോ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ബുക്കിൽ, കാൾമാക്സിന്റെ ക്യാപിറ്റൽ 1894 പബ്ലിഷ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം പറയുന്ന 3 ക്ലാസ്സസ് ആണ്. ഒന്നാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ലേബർ, വർക്കിംഗ് ക്ലാസ്, അതായത് ആരാണോ ജോലി ചെയ്യുന്നത് അവരുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സ്കില്ലാണല്ലേ ജോലി ചെയ്യാനുള്ള. അപ്പൊ ആ ലേബർ പ്രോസസ് ചെയ്യുന്ന, ആ ലേബർ പവർ പ്രോസസ് ചെയ്യുന്ന ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ്, ആർക്കാണോ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ, ആരുടെ കയ്യിലാണോ ഈ മണി പ്രൊവൈഡ് ചെയ്യാനുള്ള, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിന് കൊടുക്കാനുള്ള കാശൊക്കെ ആരാണോ കൊടുക്കുന്നത് അവരെയാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലാസ് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ലാൻഡ് ഓണേഴ്സ്. ആരുടെ കയ്യിലാണോ ലാൻഡ് ഉള്ളത്, ഇപ്പൊ ഫാക്ടറി ബിൽഡ് ചെയ്യാനാണെങ്കിലും അവര് അപ്പൊ റെന്റിനായിരിക്കും ചിലപ്പോൾ ഫാക്ടറി ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലം കൊടുത്തേക്കുന്നത്. അപ്പൊ അവരെന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെ ലാൻഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അങ്ങനെ 3 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിലും എന്ത് വരുന്നുണ്ട്, ഈ ഒരു സബോർഡിനേഷന്റെ റിലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. കാരണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. ഹാവ്സ് എന്ന് പറഞ്ഞ ബൂർഷോ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ്, ആർക്കാണോ ഓൺ ചെയ്യുന്നത്, ഓണേഴ്സ്. സർപ്ലസ് വാല്യൂ എന്താന്നൊക്കെ വെച്ചാൽ നമുക്ക് ചെയ്യുന്ന വർക്ക്, അതായത് ഒരു വർക്കർ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി 4 മണിക്കൂറിന്റെ പേയ്മെന്റ് മാത്രമേ, വളരെ കുറച്ച് പേയ്മെന്റ് മാത്രമേ വർക്കേഴ്സിന് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഉള്ളത് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നു. ആ ഒരു കോൺസെപ്റ്റ് ആണ് സർപ്ലസ് വാല്യൂ. പ്രോഫിറ്റ് ആയിട്ട് ആരെടുക്കുന്നു, ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഹാവ്സ് എടുക്കുന്നു. അപ്പം ഈ സർപ്ലസ് വാല്യൂ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ബൂർഷേഴ്സ് ആണ് ഹാവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്നത് ലേബർ പവർ. എനിക്ക് ആകെ കൊടുക്കാനുള്ളത് ഈ ഒരു ജോലി ചെയ്യാനുള്ള ഈ ഒരു എന്റെ ആ ഒരു സ്കില്ല് മാത്രമാണ്. അത് പ്രോസസ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ക്ലാസ് ഓപ്പറേഷനിൽ ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് ക്ലാസ് ഇൻ ഇറ്റ്സെൽഫ്, ക്ലാസ് ഫോർ ഇറ്റ്സെൽഫ് ആകുന്നതിനെയാണ് ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു വർക്കിംഗ് ക്ലാസ്സിലുള്ള ഒരാളാണെങ്കിൽ എനിക്കറിയാം ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ഒരു വേജ് നമുക്ക് കിട്ടുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു. ഇതാണ് ക്ലാസ് ഇൻ ഇറ്റ്സെൽഫ്. എനിക്കറിയാം ഞാനൊരു പ്രോലിറ്ററേറ്റ് ക്ലാസ്സിലാണ്. പക്ഷേ ഞാൻ കുറച്ചാൾ കഴിയുമ്പോൾ മനസ്സിലാക്കുന്നു എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്നെ ചൂഷണം ചെയ്യുകയാണ്, എനിക്ക് കിട്ടേണ്ട രീതിയിൽ വേജസ് കിട്ടുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കി ഞാനൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിന്നും അവരെ എല്ലാരെയും അവർക്ക് ആ ഒരു ചിന്ത വരുന്നു. മീൻസ് പ്രോലിറ്ററേറ്റ്സിനെല്ലാം ആ ഒരു ചിന്ത വരുമ്പം അതെന്താവും, ക്ലാസ് ഫോർ ഇറ്റ്സെൽഫ് ആവും. അങ്ങനെയാണ് ക്ലാസ് കോൺഷ്യസ്നെസ്, സ്വന്തം ക്ലാസിനെ പറ്റി കോൺഷ്യസ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ് ക്ലാസ് ഇൻ ഇറ്റ്സെൽഫ് ബിക്കം ക്ലാസ് ഫോർ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെതിരെ അതായത് ചേഞ്ച് റെവല്യൂഷൻസ് കൊണ്ടുവരണം എന്നൊക്കെ മനസ്സിലാവുന്നതിനെയാണ് ക്ലാസ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മീൻസ്, റിലേഷൻസ്, ഫോഴ്സ് ആൻഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. 4 തരത്തിലുള്ള 4 കോൺസെപ്റ്റ് ആണ്. ഒന്ന് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, 2 റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടുന്ന സാധനങ്ങളെയാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രൊഡക്ഷൻ നടത്തണം, ഇപ്പൊ ഒരു ഷൂ ഫാക്ടറി തുടങ്ങണമെങ്കിൽ ആദ്യം അതിനൊരു ലാൻഡ് വേണം അല്ലെ. ലാൻഡ് ഉണ്ടെങ്കിലല്ലേ ഫാക്ടറി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെഷീൻസ് വേണം, പിന്നെ ലെതർ പോലുള്ള മെറ്റീരിയൽസ് വേണം, ടെക്നോളജി വേണം. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം വരുന്നത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻസിലാണ്.
ഇനി അടുത്തെന്ന് പറഞ്ഞ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻസ്. റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഈ ഷൂ ഫാക്ടറിയിൽ തന്നെ ഞാനിപ്പം ഓണർ ആണെങ്കിൽ ഞാൻ അവിടെ ഡൊമിനന്റ് ആയിരിക്കും. എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എന്ന് പറയുമ്പം എനിക്ക് അവര് സബോർഡിനേറ്റ് ആയിരിക്കും. അപ്പൊ അവര് തമ്മിലുള്ള ഒരു റിലേഷൻസ്, അതായത് ആ ഓണറും വർക്കറും തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ വേറൊരു വർക്കറും കൂടെ ഉണ്ടെങ്കിൽ ആ വർക്കേഴ്സ് തമ്മിലുള്ള കോർപ്പറേഷൻ, അങ്ങനെയുള്ള പല രീതിയിലുള്ള റിലേഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യൽ റിലേഷൻസ്, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നടക്കുന്ന സോഷ്യൽ റിലേഷൻസിനെയാണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ. ഫോഴ്സ് എന്ന് പറയുമ്പം ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷനും അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതായത് ലാൻഡ്, റോ മെറ്റീരിയൽ, ടെക്നോളജി, പിന്നെ ഇതെല്ലാം വേണം. അതിന്റെ കൂടെ തന്നെ ലേബർ എന്ന് പറഞ്ഞൊരു ഫാക്ടറും കൂടെ വേണം. ലേബർ, സ്കിൽസ്, നോളജ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. അതായത് ആ ഒരു മെറ്റീരിയൽ പ്രൊഡക്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിനെയും ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റും ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ പല രീതിയിലുണ്ട്. ഈ റിലേഷനും ഫോഴ്സും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ എക്സാമ്പിൾസ് നോക്കാം. ഏൻഷ്യൻ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അതില് റിലേഷൻ എന്തോ മാസ്റ്ററും സ്ലേവും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ മാസ്റ്ററിന്റെ കയ്യിൽ ലാൻഡ് കാണും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പവർ അദ്ദേഹത്തിന്റെ കയ്യിൽ കാണും. അപ്പം ഏൻഷ്യൻ മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ മാസ്റ്റർ ആൻഡ് സ്ലേവ്സ് തമ്മിലുള്ള റിലേഷൻ നടക്കുന്നുണ്ട്. ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ മീൻസ് എന്താണ്, അല്ലെങ്കിൽ ഫോഴ്സ് എന്താ, ലാൻഡ് ഓണിങ് ആണ്. ഫ്യൂഡൽസ് ആർ ദ ലാൻഡ് ഓണിങ് പീപ്പിൾസ്. അപ്പം അവര് തമ്മിലുള്ള മീൻസ് ആ ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമുള്ള കാശ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഫ്യൂഡൽസ് ഉണ്ടാവുന്നു. അപ്പം ഈ ഫ്യൂഡൽസിന്റെ കൂടെ വരുന്നതാണ് സെർവ്സ് എന്ന് പറയുന്നത്. അതിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സിനെ പറയുന്ന പേരായിരുന്നു സെർവ്സ്. അപ്പൊ ഫ്യൂഡൽസും സെർവ്സും തമ്മിൽ ഒരു ഡൊമിനേറ്റ് സബോർഡിനേറ്റ് ആ ഒരു റിലേഷൻ വരുന്നില്ല. അപ്പം അതാണ് ഫ്യൂഡൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ബൂർഷ ആൻഡ് പ്രോലിറ്ററേറ്റ് തമ്മിലുള്ള ആ ഒരു റിലേഷനും, പിന്നെ അതുപോലെ തന്നെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് എന്താ, ഇപ്പൊ റോ മെറ്റീരിയൽസ്, ടെക്നോളജി, പിന്നെ ലേബർ, സ്കില്ല്, ഇതെല്ലാം ഫോഴ്സ് ഓഫ് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആണല്ലേ. അപ്പം അതാണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഈ റിലേഷനും ഫോഴ്സും കൂടെ ചേരുമ്പം വരുന്നതാണ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് ഓരോ ഹിസ്റ്റോറിക്കൽ മീൻസ് സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വരുന്നതാണ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ബേസിക്കലി മീൻസ് കാൾ മാർക്സിന്റെ സെൻട്രൽ ഐഡിയാസ് എല്ലാം തന്നെ ഈ ഒരു യൂണിറ്റിൽ വരുന്നുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ജർമ്മൻ ഫിലോസഫി ഓൺ കാൾ മാർക്സ് ഐഡിയാസ്. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് തീസിസ്, ആന്റിതീസിസ്, സിന്തസിസിന്റെ കാര്യം, ഹെഗലിന്റെ ഇൻഫ്ലുവൻസ്, ഫ്യൂവർബാക്കിന്റെ ഇൻഫ്ലുവൻസ്, മെറ്റീരിയലിസത്തിന്റെ ലൈക്ക് ആ ഒരു ഐഡിയലിസത്തിന്റെ കാര്യം, മെറ്റീരിയലിസം അല്ല ഐഡിയലിസം എങ്ങനെയാണ്, എന്താണ് ഐഡിയലിസം, ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെ കാൾ മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. ഇൻഫ്ലുവൻസ് കാൾ മാർക്സിന്റെ ഏത് ഐഡിയാസിൽ, ഡയലക്റ്റിക് മെറ്റീരിയലിസം എന്നുള്ള ഐഡിയാസിൽ. അപ്പൊ ക്യാപിറ്റലിസത്തിന്റെ എക്സാമ്പിൾ കൊടുത്ത് തീസിസ്, ആന്റിതീസിസ്, സിന്തസിസ് എന്നുള്ള ആ ഒരു പോർഷനെ മെയിൻ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ആൻസർ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ജൂൺ 2023 അതായത് ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഹിസ്റ്റോറിക് മെറ്റീരിയലിസം, വാട്ട് ആർ ഇറ്റ്സ് മേജർ ടെനൻസ്. ഹിസ്റ്റോറിക് മെറ്റീരിയലിസം എന്താണ്? അപ്പം ഹിസ്റ്റോറിക് മെറ്റീരിയലിസത്തെ പറ്റി പറയുമ്പോൾ മെറ്റീരിയലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റും തമ്മിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ ജോയിൻ ചെയ്തത്, ആ ഒരു എവല്യൂഷൻ ഓഫ് സൊസൈറ്റി, പിന്നെ എക്കണോമിയുടെ ഇമ്പോർട്ടൻസ്, സൂപ്പർ ബേസിന്റെ, പിന്നെ മോഡ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കാര്യം ഹിസ്റ്റോറിക് മെറ്റീരിയലിസത്തിൽ വരുന്നതാണ്. മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഏൻഷ്യന്റ്, ഫ്യൂഡൽ, ആ ഒരു കാര്യം, ക്യാപിറ്റലിസം, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ഇതിന് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കിനി യൂണിറ്റ് 2 കാണാം. താങ്ക് യു.